പടച്ചോനിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ. ഞാൻ എങ്ങനെയാണ് പടച്ചോനിലേക്ക് വിശ്വസിച്ചത്, പടച്ചോനിലേക്ക് എങ്ങനെയാണ് അടുത്തതെന്നുള്ളതിന്റെ ചെറിയൊരു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അവിടെ കോടിക്കണക്കിന് രൂപ എന്റെ കയ്യിൽ കൂടെ ഡെയിലി ഇങ്ങനെ കടന്നുപോയൊരു സമയം ഉണ്ടായിരുന്നു. നല്ലോണം കച്ചവടം ചെയ്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പരീക്ഷണം കിട്ടി. പടച്ചോൻ എന്റെ സ്വത്തുക്കളൊക്കെ എടുത്തു കളഞ്ഞ് വലിയൊരു പരീക്ഷണം എനിക്ക് തന്ന് ഞാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കത്തില്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ ഞാൻ തളർന്നു പോയി ഈ ഒരു ഇൻസിഡന്റിന് ശേഷം. പക്ഷേ ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. 1,00,000 രൂപന്റെ മുമ്പിൽ അല്ലെങ്കിൽ 10 കോടി രൂപന്റെ മുമ്പിലുണ്ട്. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ആ 10 കോടി വേണോ പടച്ചോൻ വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് പടച്ചോൻ മതിയെന്ന്. കാരണം എന്താ അറിയാമോ, സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ലൈഫിലേക്ക് കടന്നു വന്നത് 5 നേരത്തെ നിസ്കാരവും അതുപോലെ തന്നെ പടച്ചോനോടുള്ള ആ സംസാരവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ്. കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണമെന്നുണ്ടല്ലേ, സമാധാനം ഇസ് എവരിതിങ്. അത് നിസ്കാരത്തിലുണ്ട്, അത് ദുആലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത ഒരു മനുഷ്യനോടും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യ കയ്യിലൂടെ